നമസ്തേ, എൻ്റെ പേര് ലിജിത എൽ രാജു. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് പഠിക്കുന്നതിന് മുമ്പ്, ക്ലാസിക്കൽ പഠിക്കാൻ വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ പോയി കാണുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ പോയി കാണുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഡാൻസ് പഠിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബോഡി പെയിനും കാര്യങ്ങളും, അതിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എൻ്റെ ഒരു ക്ലാസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുദ്രകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പഠിച്ച് നോക്കിയാലോ. അപ്പോൾ ആദ്യം പാർട്ട് 1 ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. പാർട്ട് 2 മുദ്രകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മുദ്രകളെ കുറിച്ചിട്ടുള്ളതാണ്. എന്താണ് മുദ്രകൾ? ഭരതനാട്യത്തിൻ്റെ നൃത്തത്തിൻ്റെ ഒരു ഭാഷ എന്നാണ് മുദ്രകളെ അറിയപ്പെടുന്നത്. മുദ്രകളില്ലാതെ ഒരു നൃത്തം പൂർണ്ണമാവുകയില്ല. കഥയും ഭാവങ്ങളും ഒക്കെ നമ്മൾ കാണിക്കുന്നത് മുദ്രകളിലൂടെയാണ്. അപ്പോൾ മുദ്രകൾ എന്ന് പറയുമ്പോൾ 2 തരം മുദ്രകളാണുള്ളത്. ഒറ്റക്കൈ മുദ്രയും ഇരട്ടക്കൈ മുദ്രയും. ഒറ്റക്കൈ മുദ്രയെ അസംയുക്ത ഹസ്തമുദ്ര എന്നും ഇരട്ടക്കൈ മുദ്രയെ സംയുക്ത ഹസ്തമുദ്ര എന്നുമാണ് പറയുന്നത്. അപ്പോൾ മുദ്രകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മുദ്രകൾ കാണിക്കുന്നത്? കഥകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കും മുദ്രകളിലൂടെ. പ്രകൃതികൾ, വസ്തുക്കൾ, അതേപോലെ തന്നെ ദൈവങ്ങൾ, ഇവരെയൊക്കെ നമ്മൾ കളിക്കുമ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് മുദ്രകൾ വഴിയാണ്. അപ്പം ഭരതനാട്യത്തിൽ മുദ്രകൾക്ക് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ മുദ്രകൾ എന്ന് പറയുമ്പോൾ ആത്മാവും അർത്ഥവും ചേരുന്ന ഒന്നാണ് മുദ്രകൾ എന്ന് പറയുന്നത്, ഹസ്തമുദ്ര. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുദ്രകൾ എന്താണെന്ന് പഠിച്ചു നോക്കിയാലോ. കൈ എപ്പോഴും മുട്ടൊരിക്കലും ഇങ്ങനെ മടക്കി ഇങ്ങനെ താഴോട്ട് വെക്കരുത്. എപ്പോഴും മുട്ടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം. ചിലർ ഇങ്ങനെ ആയിരിക്കും മുദ്രകൾ എടുക്കുന്നത്, ഒരു ബലം ഇല്ലാതെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മുട്ടൊക്കെ പൊക്കി നല്ല നടുവൊക്കെ നല്ല ബലം കൊടുത്ത് മുദ്രകൾ ഇങ്ങനെ പിടിക്കുക. നല്ല ഷാർപ്പായിട്ട് നല്ലതുപോലെ ഇരുന്ന് കൈക്ക് നല്ല ബലം കൊടുത്തിട്ട് വേണം മുദ്രകൾ ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കൈ തളർത്തിയിട്ട് കഴിഞ്ഞാൽ മുദ്രകൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മുദ്രകൾ നല്ല രീതിയിൽ മുട്ടൊക്കെ പൊക്കി ഇതേപോലെ പിടിക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാൽ ഇതുപോലെ ചമ്രം പടിഞ്ഞിരിക്കുക. നമ്മൾ ഒരു കൈ, ഇതെൻ്റെ വലത്തെ കൈയാണ്. ഈ വലത്തെ കൈയിൽ ഇടത്തെ കൈ ഇതേപോലെ ബാക്ക് സൈഡ് വെച്ച് ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്. നല്ലപോലെ നടുവൊക്കെ നിവർത്തി ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇരുന്നതിന് ശേഷം മുദ്രകൾ ഇങ്ങനെ പിടിക്കുക. മുദ്രകൾ എപ്പോഴും പിടിക്കുമ്പോൾ വിരലുകൾ ഒരിക്കലും അകലാൻ പാടില്ല. എല്ലാ വിരലും ചേർത്ത് തന്നെ പിടിക്കുക ശ്രമിക്കുക. അതിനുശേഷം ഇത് പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പതാക. ഇതാണ് പതാക ഹസ്തമുദ്ര. പതാക എന്താണ്? പതാക. അതിനുശേഷം രണ്ടാമത്തത് നമ്മളുടെ മോതിര വിരൽ ജസ്റ്റ് ഇത്രയൊന്നും മടക്കുക. ഇങ്ങനെ മടക്കണമെന്നില്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് തൃപ്പതാക. അതിനുശേഷം അടുത്ത വിരൽ ജസ്റ്റ് മടക്കുക. അർദ്ധപതാക പിടിച്ചിട്ട് കത്തരി മുഖം. കർത്തരി മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കൊടുക്കാനായിട്ട് കർത്തരി മുഖമാണ് ഉപയോഗിക്കുന്നത്. കത്തരി മുഖം. അത് കഴിഞ്ഞ് മയൂരം. ഈ മുദ്ര എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ മയിലിൻ്റെ എക്സ്പ്രഷനൊക്കെ കൊടുക്കാനായിട്ട് കൃഷ്ണൻ്റെ മൈപ്പിലിക്കൊക്കെ നമ്മൾ ഈ ഒരു മയൂരഹസ്ത മുദ്രയാണ് കൊടുക്കുന്നത്. അപ്പം മയൂരം. ഇനി അർദ്ധചന്ദ്രൻ. ഇതാണ് അർദ്ധചന്ദ്രൻ. അതിനുശേഷം അരാളം. ഈ ചൂണ്ടുവിരൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അരാളം. അതിനുശേഷം മോതിരവിരൽ ശുഖതുണ്ടം. ഇത് മുഷ്ടി. ശിഖരം. അടുത്തത് ഇങ്ങനെ മടക്കി കൊടുക്കുക. കബിത്തം. അതിനുശേഷം അടുത്തത് ഘടകാമുഖം. ഇതാണ് ഘടകാമുഖ മുദ്ര. നമ്മൾ ആദ്യമേ നമസ്കരിക്കുന്നത് ഘടകാമുഖ മുദ്രയിലാണ്. ഘടകാമുഖം തന്നെ 3 തരമുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഘടകാമുഖത്തിന്റെ ഈ മൂന്നാമത്തെ വിരല് ജസ്റ്റ് താഴ്ത്തി കൊടുത്തിട്ട് പിടിക്കുക. അടുത്ത ഘടകാമുഖം ഇങ്ങനെയാണ്. ഘടകാമുഖം. ഇനി ഒരു ഘടകാമുഖം കൂടെ, അത് 2 വിരൽ ചേർത്ത് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതും ഘടകാമുഖം തന്നെയാണ്. അപ്പം ഘടകാമുഖം. അടുത്തത് സൂചി. ഇത് ചന്ദ്രക്കല. ഇങ്ങനെ പിടിക്കാം. ചന്ദ്രനെയൊക്കെ കാണിക്കുന്ന എക്സ്പ്രഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ മുദ്രയാണ് ഉപയോഗിക്കുന്നത്. ചന്ദ്രക്കല. പത്മഘോഷം. ഇത് നമുക്ക് സിംഹങ്ങളുടെയോ മൃഗങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതെന്താണ്? പത്മഘോഷം. അടുത്തത് സർപ്പശിരസ്. നമ്മൾ സർപ്പങ്ങളെയൊക്കെ കാണിക്കാനായിട്ട് ഈ ഒരു മുദ്രയാണ്. ജസ്റ്റ് വിരലുകൾ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. സർപ്പശിരസ്. അടുത്തത് മൃഗശീർഷം. ഇങ്ങനെ തന്നെ പിടിക്കുക. നല്ല ബലം കൊടുത്ത് വേണം കേട്ടോ മുദ്രകളൊക്കെ പിടിക്കാനായിട്ട്. മൃഗശീർഷം. അടുത്തത് സിംഹമുഖം. മൃഗങ്ങളെ, സിംഹത്തിനെയോ അല്ലെങ്കിൽ തന്നെ മാനിനെയോ അങ്ങനെ കാണിക്കാനായിട്ട്, മൃഗങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ ഈ മുദ്രയാണ് ഉപയോഗിക്കുന്നത്. സിംഹമുഖം. ഓക്കെ, അപ്പം സിംഹമുഖം കാണിച്ചു. ഇനി അടുത്തത് കാങ്കുലം എന്ന് പറയുമ്പോൾ ഈ മോതിരവിരൽ ജസ്റ്റ് താഴ്ത്തി കൊടുക്കാം. കാങ്കുലം. മൃഗശീർഷം, സിംഹമുഖം, കാങ്കുലം. ഇനി അടുത്തത് അലപത്മം. ഓക്കെ, അലപത്മം എന്ന് പറയുമ്പോൾ ഈ 5 വിരലും വിടർത്തി ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അലപത്മം. അടുത്തത് ചതുരം. എങ്ങനെ ചതുരം പിടിക്കേണ്ടത്? ഈ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 3 വിരലും ചേർത്ത് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു വിരൽ മാത്രം
ജസ്റ്റ് താഴ്ത്തി കൊടുക്കുക. ചതുരം ഇങ്ങനെ പിടിക്കാം. ചതുരം. ഇതാണ് ചതുരമുദ്ര. ചതുരം. അടുത്ത ഭ്രമരം. ഭ്രമരം പിടിക്കേണ്ടത് ചൂണ്ടുവിരൽ ജസ്റ്റ് മടക്കിയിട്ട് ഈ ഒരു വിരൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഭ്രമരം. 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 ഹാസ്യം. ജസ്റ്റ് ഈ 2 വിരലും കൂടെ ചേർത്ത് പിടിക്കുക. ഇതാണ് ഹംസാസ്യം. ഹംസപക്ഷം. ഹംസപക്ഷം പിടിക്കേണ്ടത് ഈ 4 വിരലും ഈ ഒരു നമ്മുടെ തള്ളവിരലും കൂടെ ചേർത്ത്. ഹംസപക്ഷം. ഹംസപക്ഷം. സംദംശം. ഇതാണ് സംദംശം. സംദംശം. ഇങ്ങനെ മിന്നി മിന്നി നിൽക്കും. അടുത്തത് മുകുളം. മുകുളം. എല്ലാ വിരലും കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്കാം. മുകുളം. അപ്പോൾ ഹംസപക്ഷം, സംദംശം, മുകുളം. ഇനി അടുത്തത് താമ്രചൂടം. താമ്രചൂടം. ഇതാണ് താമ്രചൂടം. ത്രിശൂലം. 3 വിരലും ആ 3 വിരലും ചേർത്ത് ഇങ്ങനെ ത്രിശൂലമാക്കി പിടിക്കുക. ത്രിശൂലം. ഇത്രയാണ് മുദ്രകളുടെ ഒറ്റക്കൈ മുദ്ര, അതായത് അസംയുക്ത ഹസ്ത മുദ്രയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്പീഡിനൊന്ന് എല്ലാം ഒരുമിച്ചൊന്ന് കാണിച്ചു തരാം. പതാക, ത്രിപതാക, അർദ്ധപതാക, കത്തിരിമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, ശുകതുണ്ടം, മുഷ്ടി, ശിഖരം, കബിത്തം, ഖഡകാമുഖം, 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 സൂചി, ചന്ദ്രകല, പത്മഘോഷം, സർപ്പശിരസ്, മൃഗശീർഷം, സിംഹമുഖം, കാംകുലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സംദംശം, മുകുളം, താമ്രചൂടം, ത്രിശൂലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മുദ്രകളുടെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽസ് കുറച്ചും കൂടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിത് ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്ന ഡാൻസ് പഠിക്കാൻ പോകാനായിട്ട് വിഷമിച്ച് അതാ സമയം കിട്ടാതെ വരുന്ന കുറേ വീട്ടമ്മമാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ബുക്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി നോട്ട് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാം. പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ തിയറി ആയിട്ട് പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മറന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.